കൈക്കരുത്തും ആയുധബലവും കൊണ്ട് സാമ്രാജ്യം വികസിപ്പിച്ച് രക്തബന്ധങ്ങളോടുപോലും ചോര കൊണ്ട് കണക്കു തീർത്ത തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ചോര കൊണ്ടെഴുതിയ അധ്യായമാണ് വേലുത്തമ്പി ദളവയുടേത്. സ്വന്തം രാജാവിനാൽ ചതിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 45 വയസ്സായിരുന്നു പ്രായം. ഒരുപക്ഷെ ആത്മഹൂതിക്ക് മുമ്പ് മഹാമാന്ത്രികനായ കാമ്പിത്താനെ കണ്ടിരുന്നുവെങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. നമുക്ക് പരിചയപ്പെടാം ചെമ്പകരാമൻ വേലായുധൻ തമ്പി എന്ന വേലുത്തമ്പി ദളവ. മുതൽ 1809 വരെ ജീവിച്ചിരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളങ്ങുന്ന ഒരധ്യായമാണ് വേലുത്തമ്പി ദളവയുടേത്. 1765 മെയ് മാസം 6-ാം തീയതി തിരുവിതാംകൂറിന്റെ ഭാഗമായ തലക്കുളം എന്ന ഗ്രാമത്തിൽ മനക്കര കുഞ്ഞിമായാറ്റിപ്പിള്ള തലക്കുളം വലിയ വീട്ടിൽ വള്ളിയമ്മപ്പിള്ള തങ്കച്ചി ദമ്പതികളുടെ പുത്രനായി വലിയ വീട്ടിൽ തറവാട്ടിലാണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി ജനിച്ചത്. മഹാരാജാവിൽ നിന്നും ചെമ്പകരാമൻ എന്ന പട്ടം പരമ്പരാഗതമായി ലഭിച്ച കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിന് 16 വയസ്സാകുമ്പോഴേക്കും 6ഓളം ഭാഷകളിലും അയോധന കലകളിലും തമ്പി പ്രാവീണ്യം നേടിയിരുന്നു. തലക്കുളത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും മധ്യസ്ഥത വഹിക്കുകയും കള്ളന്മാരെയും പിടിച്ചുപറിക്കാരെയും കണ്ടെത്തി ശിക്ഷിക്കുകയും തലക്കുളത്തുകാരുടെ അവസാനത്തെ വാക്കും മനസ്സുമായി മാറി അവരുടെ നേതാവാവുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് മാർത്താണ്ഡവർമ്മയുടെ കാലശേഷം കാർത്തിക തിരുനാൾ അധികാരമേൽക്കുന്നത്. ഒരിക്കൽ അദ്ദേഹം തന്റെ പരിവാരങ്ങളോടൊപ്പം കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ കാട്ടിൽ വെച്ച് മറവന്മാർ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന തിരുവാഭരണം മോഷ്ടിച്ചു. സർവ്വസന്നാഹങ്ങളുമായി പോയിട്ടുകൂടി തന്റെ കയ്യിൽ നിന്നും തിരുവാഭരണം മോഷ്ടിച്ച മറവന്മാരെ എങ്ങനെയും പിടിക്കണമെന്നുള്ള കാർത്തിക തിരുനാളിന്റെ ശാസനം ഏറ്റെടുക്കുവാൻ ആർക്കും തന്നെ കഴിഞ്ഞില്ല. അപ്പോഴാണ് അദ്ദേഹം വേലുത്തമ്പിയെക്കുറിച്ച് അറിയുന്നത്. വേലുത്തമ്പിയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയ കാർത്തിക തിരുനാൾ തന്റെ ആവശ്യം അറിയിച്ചു. രാജാവിന്റെ ആജ്ഞ ശിരസാൽ വഹിച്ച വേലുത്തമ്പി 2 ദിവസത്തിനകം ആ കള്ളന്മാരെയും പിടിച്ചുകെട്ടി തിരുവാഭരണവും കൊണ്ട് രാജാവിന്റെ സന്നിധിയിലെത്തി. ഇതിൽ സംതൃപ്തനായ കാർത്തിക തിരുനാൾ അദ്ദേഹത്തെ മാവേലിക്കരയിലെ മുളകുമടിശീല കാര്യക്കാരനായി നിയമിച്ചു. അതായത് ഇന്നത്തെ ധനകാര്യ വകുപ്പ്. അതുപോലെ നിരവധി പേർ അന്ന് തിരുവിതാംകൂറിൽ ജോലി ചെയ്തിരുന്നു. അന്ന് വേലുത്തമ്പിയുടെ പ്രായം 20 വയസ്സായിരുന്നു. കാർത്തിക തിരുനാളിന്റെ കാലശേഷം 1798 15 വയസ്സ് മാത്രം പ്രായമുള്ള അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ രാജാവായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. അന്നത്തെ തിരുവിതാംകൂറിന്റെ അധികാരപരിധി എന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ എറണാകുളത്തെ നോർത്ത് പറവൂർ വരെയായിരുന്നു. ഇത്രയും വലിയ രാജ്യത്തിന്റെ ഭരണം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ബാലരാമവർമ്മയ്ക്ക് അറിവില്ലായിരുന്നു. അന്ന് രാജാ കേശവദാസ് ആയിരുന്നു ദിവാൻ. യുവരാജാവിന്റെ പോരായ്മകൾ ബാധിക്കാത്ത നിലയിൽ രാജ്യത്തിന്റെ ഭരണം അദ്ദേഹം ഭംഗിയായി നിറവേറ്റിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് വടക്കുനിന്നും ജയന്തൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരാൾ തിരുവിതാംകൂറിലെത്തുന്നത്. അദ്ദേഹം രാജാവിന്റെ ഒപ്പം ചേർന്ന് നിന്ന് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് രാജാ കേശവദാസിന് വിഷം കൊടുത്തു കൊലപ്പെടുത്തി. അതിനുശേഷം ഒഴിഞ്ഞുകിടന്ന ദിവാൻ പദവിയിലേക്ക് ജയന്തൻ നമ്പൂതിരി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. അയാൾക്ക് കൂട്ടായി അനന്തനാരായണൻ, മാത്യു തരകൻ എന്നീ 2 പേർ എത്തുകയും അവർ 3 പേരും ചേർന്ന് ജനങ്ങളുടെ മേൽ അമിത നികുതി ചുമത്തി രാജ്യം കട്ടുമുടിച്ചുകൊണ്ടുമിരുന്നു. അങ്ങനെ തിരുവിതാംകൂർ തീർത്തും അരക്ഷിതാവസ്ഥയിലാവുകയും ഖജനാവ് ഖാലിയാവുകയും ചെയ്തു. ഈ സമയത്താണ് കാർത്തിക തിരുനാളിന്റെ കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ ആക്രമണങ്ങളിൽ നിന്നും തിരുവിതാംകൂറിനെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ബ്രിട്ടീഷുകാരുമായി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം അവർക്ക് നൽകാനുള്ള കപ്പം, കുടിശ്ശിക ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് മുന്നോട്ട് വരുന്നത്. ഈ സാഹചര്യത്തിൽ ഖജനാവിൽ പണമില്ലാത്തതിനാൽ രാജാവ് കാര്യക്കാരെയെല്ലാം കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ജനങ്ങളിൽ നിന്നും അധികമായി നികുതി പിരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കൊട്ടാരത്തിലെത്തിയപ്പോഴാണ് വേലുത്തമ്പിക്ക് മനസ്സിലായത് പാവരാജാവിനെ മുൻനിർത്തിക്കൊണ്ട് ഈ 3 പേരാണ് രാജ്യം കൈയടക്കി വെച്ചിരിക്കുന്നതെന്ന്. അദ്ദേഹം തന്റെ ജന്മനാടായ തലക്കുളത്തേക്ക് പോയി 1500ഓളം വരുന്ന ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് കിഴക്കേ കോട്ടയിലെത്തുകയും കൊട്ടാരം വളയുകയും ചെയ്തു. ഇതറിഞ്ഞ് ഭയന്നുപോയ രാജാവ് ജനങ്ങൾ തനിക്കെതിരാണ് എന്ന് മനസ്സിലാക്കി സന്ധി സംഭാഷണത്തിനായി ഒരു ദൂതനെ അയച്ചു. അങ്ങനെയുണ്ടാക്കിയ സമാധാന ഉടമ്പടി പ്രകാരം ജയന്തൻ നമ്പൂതിരി, രാജാവിന്റെ ഉപദേഷ്ടാവായ മാത്യു തരകൻ, വലിയ മേലെഴുത്തായ അനന്തനാരായണൻ എന്നിവരെ നാട് കടത്തണമെന്നും സമരക്കാരുടെ നേതാവെന്ന നിലയിൽ വേലുത്തമ്പി ആവശ്യപ്പെട്ടു. മേൽപ്പറഞ്ഞ 3 പേരുടെയും നിയമനം ബ്രിട്ടീഷുകാരുടെ അറിവോടെയും സമ്മതത്തോടെയും അല്ലാത്തതിനാൽ ലഹളയ്ക്ക് അനുകൂലമായ നിലപാടായിരുന്നു
വെല്ലസ്ലി പ്രഭുവിന്റെ ഉൾപ്പെടെയുള്ളവരുടേതെന്ന് പറയപ്പെടുന്നു. വേലുത്തമ്പിയുടെ നേതൃത്വത്തിലുള്ള ലഹളക്കാരുടെ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് 3 പേരെയും നാടുകടത്തിയെന്നും ഉപ്പ്, നാളികേരം, പരുത്തി, നിലക്കടല എന്നിവയുടെ തിരുവ പകുതിയായി കുറച്ചു എന്നും പറയപ്പെടുന്നു. അതിനുശേഷം പലവിധ കാരണങ്ങളാൽ സമ്പ്രതി കുഞ്ചിനീലംപിള്ള, പാറശാല പത്മനാഭൻ, ചെമ്പകരാമൻ പിള്ള തുടങ്ങിയവർ വിവിധ ഘട്ടങ്ങളിൽ നിയമിതരായെങ്കിലും 1802 ഏപ്രിൽ 15 ബ്രിട്ടീഷ് പ്രസിഡന്റായിരുന്ന കേണൽ മെക്കാളയുടെ സഹായത്തോടുകൂടി വേലുത്തമ്പി ദളവയായി ചുമതലയേറ്റു. അപ്പോഴാണ് ഖജനാവ് കാലിയാണെന്നുള്ള വിവരം അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അതിന് പരിഹാരം കാണുന്നതിനായി വേലുത്തമ്പി ജന്മിമാരുടെ എല്ലാം ഭൂമി കണ്ടുകെട്ടുകയും അതെല്ലാം കർഷകർക്ക് വിട്ടു നൽകി കൃഷി നടത്തുന്നതിനു വേണ്ടി കനാലുകൾ ഉൾപ്പെടെ നിർമ്മിച്ച് കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് നൽകുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെ സ്ഥാപിച്ച കാർഷിക നിലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ലയിലെ പാതിരാമണലിലുള്ളത്. കാർഷിക വിളകൾ സമൃദ്ധമായി ലഭിച്ചു തുടങ്ങിയതോടെ അത് വിൽപ്പന നടത്തുന്നതിനു വേണ്ടി തിരുവിതാംകൂറിൽ അങ്ങോളം ഇങ്ങോളം 150ഓളം ചന്തകൾ അദ്ദേഹം സ്ഥാപിച്ചു. അതിലൊന്നാണ് ഇന്നും ചങ്ങനാശ്ശേരിയിൽ നിലനിൽക്കുന്ന മാർക്കറ്റ്. ഒരാനയെ ലേലം ചെയ്തുകൊണ്ട് വേലുത്തമ്പിയാണ് ആ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. ചന്തകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതിനു വേണ്ടി അവിടങ്ങളിൽ തൂക്കുവിളക്കുകൾ സ്ഥാപിച്ചു. അതോടുകൂടി കർഷകരുടെ സാധനങ്ങൾ പുറം ലോകത്തേക്കുൾപ്പെടെ പോകുവാൻ തുടങ്ങി. അങ്ങനെ തിരുവിതാംകൂർ സമ്പൽ സമൃദ്ധമായി. അതോടൊപ്പം തന്നെ വേലുത്തമ്പി തിരുവിതാംകൂറിന് വേണ്ടി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചതും കൊല്ലം ചെങ്കോട്ട റോഡിന് നിർമ്മാണം നടത്തിയതും ഡച്ചുകാർ തീവെച്ച് നശിപ്പിച്ച ഉദയമാർത്താണ്ഡപുരം ക്ഷേത്രം പുനർനിർമ്മിച്ച് അതിന് ആനന്ദവല്ലീശ്വരം ക്ഷേത്രമെന്ന് പേരിട്ടതും വേലുത്തമ്പിയാണ്. കൊല്ലത്ത് പുതിയ കടകമ്പോളങ്ങൾ സ്ഥാപിക്കുകയും മധുര, തിരുനെൽവേലി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വ്യാപാരികളെ കൊല്ലത്തേക്ക് ക്ഷണിച്ചു വരുത്തി അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകി അവരെ നിലനിർത്തിയതും അദ്ദേഹമായിരുന്നു. 1805 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയായ കപ്പത്തുകയിൽ 25 ലക്ഷം രൂപ കൊടുത്തു തീർക്കുകയും ഖജനാവിൽ അത്യാവശ്യം സമ്പത്ത് ശേഖരിക്കുകയും ചെയ്തു. ഈ സമയത്താണ് കേണൽ മെക്കാളെ പുതിയ 2 ഉടമ്പടികളുമായി വരുന്നത്. ഒന്ന്, തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇടപെടാനുള്ള അവകാശം. മറ്റൊന്ന്, ഇപ്പോൾ നൽകുന്ന കപ്പത്തുക വർദ്ധിപ്പിക്കുക. ഈ ഉടമ്പടിയിൽ വേലുത്തമ്പി എതിർപ്പ് പ്രകടിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ മെക്കാളെ ഇത് നൽകേണ്ടതില്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി ഒപ്പിട്ട് നൽകിയാൽ മാത്രം മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വേലുത്തമ്പി അനുനയിപ്പിച്ച് ഒപ്പിട്ട് വാങ്ങി. അതോടുകൂടിയാണ് വേലുത്തമ്പിയുടെ പതനം തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. കരാർ ഉടമ്പടി ഒപ്പുവെച്ചതോടുകൂടി മെക്കാളെ ഉടമ്പടി പാലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിൽ സമ്മർദ്ദം ചെലുത്തി. അത് അംഗീകരിക്കാൻ വേലുത്തമ്പി തയ്യാറല്ലായിരുന്നു. അദ്ദേഹം രാജാവിന്റെ അനുമതിയോടുകൂടി ബ്രിട്ടീഷുകാർക്കെതിരെ നിലപാടെടുത്തു. വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം ആരംഭിച്ചു. വടക്കു നിന്നും വന്നവരല്ല നമ്മുടെ രാജ്യം ഭരിക്കേണ്ടത്, നമ്മൾ തന്നെയാണ് എന്ന് അദ്ദേഹം തിരുവിതാംകൂർ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തിരുവിതാംകൂർ രാജാവിനെ സമ്മർദ്ദത്തിലാക്കി വേലുത്തമ്പിയെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കുകയും വേലുത്തമ്പിയുടെ തന്നെ മുഖ്യ ശത്രുവായ ഉമ്മിണിത്തമ്പിയെ ദളവയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വേലുത്തമ്പിയെ കാണിച്ചു കൊടുക്കുന്നവർക്കോ അദ്ദേഹത്തെപ്പറ്റി വിവരം നൽകുന്നവർക്കോ 50,000 രൂപ ഇനാം പ്രഖ്യാപിച്ചു. അതോടെ അദ്ദേഹത്തിന് പരസ്യമായി ഇറങ്ങി നടക്കാൻ കഴിയാതെയായി. അദ്ദേഹം നേരെ കിളിമാനൂർ കൊട്ടാരത്തിൽ പോയി കോയിത്തമ്പുരാനെ കണ്ടു. 2 ദിവസം തമ്പുരാന്റെ അതിഥിയായി അവിടെ തങ്ങി. കോയിത്തമ്പുരാനെ കാണാൻ പോയതിന്റെ ഉദ്ദേശം കൊച്ചി രാജാവിന്റെ സഹോദരൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കോയിത്തമ്പുരാന്റെ സഹോദരിയായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് കൊച്ചി രാജാവിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അവിടെ പോയത്. എന്തുകൊണ്ടോ അത് നടന്നില്ല. 2 ദിവസത്തിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സൽക്കാരത്തിന് സംതൃപ്തനായി അദ്ദേഹം തൻ്റെ ഉടവാൾ രാജാവിന് നൽകിയിട്ടാണ് യാത്ര പറയുന്നത്. അദ്ദേഹം നേരെ ആലപ്പുഴയിലേക്ക് പോയി. ഇതറിഞ്ഞ ബ്രിട്ടീഷ് സൈന്യം വേലുത്തമ്പി കൊല്ലത്ത് പ്രവേശിക്കാതിരിക്കുന്നതിനായി നീണ്ടകര കായൽവാരത്ത് കാവൽ നിന്നു. അത് മനസ്സിലാക്കിയ ദളവ കൊട്ടാരക്കര വഴി കുണ്ടറയിൽ എത്തിച്ചേർന്നതായി പറയപ്പെടുന്നു. വേലുത്തമ്പി ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് 1809 ജനുവരി 11 കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടത്തിയ പ്രഖ്യാപനമാണ് കുണ്ടറ വിളംബരം. വിസ്താര ഭയത്താൽ അതിവിടെ പ്രതിപാദിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കമ്പോ കല്ലോ തടിയോ എന്തുമാകട്ടെ, അതുമായി എൻ്റെ കൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഓരോ സൈന്യത്തെ രൂപീകരിക്കുന്നതിനാണ് ശ്രമിച്ചത്. എന്നാൽ കുതിരപ്പട്ടാളവും തോക്കും ഭീരങ്കിയുമൊക്കെയുള്ള ബ്രിട്ടീഷുകാർക്കും രാജാവിനുമെതിരെ പോരാടാൻ
സാധുക്കളായ ജനങ്ങൾക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നില്ല. അങ്ങനെ വിളംബരം കൊണ്ട് കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം അവിടെ നിന്നും തൻ്റെ സഹോദരനെയും കൂട്ടി വേഷപ്രച്ഛന്നരായി നേരെ മണ്ണടിയിലേക്ക് പോയി. മണ്ണടി ദേവീക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിനെ കാമ്പിത്താൻ എന്നാണ് വിളിക്കുന്നത്. സ്വയം അപ്രതീക്ഷനാവാനും ദീർഘനേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുവാനുമൊക്കെ ശേഷിയുള്ള മഹാമാന്ത്രികനായിരുന്നു കാമ്പിത്താൻ എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൽ നിന്നും വിദ്യകൾ അഭ്യസിക്കുന്നതിന് വേണ്ടിയാണ് വേലുത്തമ്പി മണ്ണടിയിൽ എത്തിച്ചേർന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ആധികാരിക രേഖകളൊന്നും തന്നെയില്ല. വേലുത്തമ്പിയും സഹോദരനും മണ്ണടിയിൽ എത്തിച്ചേരുമ്പോൾ കാമ്പിത്താൻ അവിടെ ഇല്ലായിരുന്നു. വിദൂരദേശത്തെവിടെയോ പോയിരുന്ന അദ്ദേഹം വരുന്നതും കാത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള ബ്രാഹ്മണ മഠമായ ചേന്നമ്പള്ളി മനയിൽ വേഷപ്രച്ഛന്നരായി ഒളിച്ച് താമസിക്കവെയാണ് അത് അവരാണെന്ന് മനസ്സിലാക്കിയ പുറത്തുനിന്നുള്ള ആരോ ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്തത്. അങ്ങനെ വേലുത്തമ്പിയെയും സഹോദരനെയും കണ്ടെത്തുന്നതിന് മഹാരാജാവ് നിയോഗിച്ച കാര്യക്കാരൻ മല്ലമ്പിള്ളയുടെ നേതൃത്വമുള്ള ബ്രിട്ടീഷ് പട്ടാളക്കാർ 1809 ഏപ്രിൽ 8 മണ്ണടി മുഴുവനായി വളഞ്ഞു. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല എന്ന് മനസ്സിലാക്കിയ വേലുത്തമ്പി തൻ്റെ അരയിലുണ്ടായിരുന്ന കടാരയെടുത്ത് അനുജന് നേരെ നീട്ടി. രാജ്യദ്രോഹികൾക്കും അധിനിവേശ ശക്തികൾക്കും വിട്ടുകൊടുക്കാതെ തന്നെ ഇപ്പോൾ തന്നെ കൊലപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. പക്ഷേ കൂടപ്പിറപ്പിൻ്റെ നെഞ്ചിൽ കത്തിയിറക്കാൻ പത്മനാഭപിള്ള അശക്തനായിരുന്നു. അദ്ദേഹം നിഷേധഭാവത്തിൽ തലയാട്ടി കരഞ്ഞുകൊണ്ട് തൊഴുതു നിന്നു. അത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ വേലുത്തമ്പി ചേന്നമ്പള്ളി മനയുടെ നിലവറയിലുള്ള ദേവീക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് അവിടെ വെച്ച് കത്തിയെടുത്ത് സ്വയം നെഞ്ചിൽ കുത്തിയിറക്കി ആത്മഹൂതി ചെയ്യുകയായിരുന്നു. അപ്പോഴേക്കും മഠം വളഞ്ഞ് അകത്ത് പ്രവേശിച്ച പട്ടാളത്തിന് അദ്ദേഹത്തിൻ്റെ ജീവനറ്റ ശരീരമാണ് ലഭിച്ചത്. അതിനെപ്പോലും അവർ വെറുതെ വിട്ടില്ല. തലയും ഉടലും വേർപെടുത്തി കെട്ടിവലിച്ച് തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ കൊണ്ടുപോയി കഴുമരത്തിലേറ്റി 2 ദിവസം അദ്ദേഹത്തിൻ്റെ ശരീരം അവിടെ പ്രദർശിപ്പിച്ചു. ഇതിലൂടെ ബ്രിട്ടീഷുകാർ ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. തങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവരുടെ അവസ്ഥ ഇതായിരിക്കുമെന്നുള്ള സന്ദേശം. അദ്ദേഹത്തിൻ്റെ അനുജൻ പത്മനാഭൻ പിള്ളയെ കൊല്ലത്തു കൊണ്ടുപോയി തൂക്കിക്കൊല്ലുകയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെയെല്ലാം മാലിദ്വീപിലേക്ക് നാടുകടത്തുകയും അദ്ദേഹത്തെ സംരക്ഷിച്ച എല്ലാ ആളുകളെയും വധിക്കുകയും അവരുടെ മഠങ്ങളും മനകളുമെല്ലാം തകർക്കുകയും ചെയ്തു. വേലുത്തമ്പിയോട് ബ്രിട്ടീഷുകാർക്ക് അത്രയും പകയുണ്ടാകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മെക്കാളയുടെ വസതി കൊച്ചിയിലായിരുന്നു. വേലുത്തമ്പി ദളവയുടെ ആജ്ഞയനുസരിച്ച് കുറച്ചു പടയാളികൾ കേണൽ മെക്കാളയുടെ വസതി വളയുകയും ഏകദേശം 150ഓളം പട്ടാളക്കാരെ വധിക്കുകയും ചെയ്തിരുന്നു. അവരുടെ കൊട്ടാരം തുറമുഖ ഭാഗത്തായിരുന്നതുകൊണ്ട് മാത്രമാണ് മെക്കാളയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അതോടുകൂടിയാണ് മെക്കാളയ്ക്ക് വേലുത്തമ്പിയോട് അടങ്ങാത്ത പകയുണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. പലരും കരുതും പോലെ മണ്ണടി ദേവീക്ഷേത്രത്തിൽ വെച്ചല്ല അദ്ദേഹം ആത്മാഹൂതി ചെയ്തത്. അത് ചേന്നമ്പള്ളി മനയിലെ നിലവറയിലെ ദേവിയുടെ മുന്നിലായിരുന്നു. ആ സ്ഥലത്താണ് ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ വേലുത്തമ്പി ദളവ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. വേലുത്തമ്പിയുടെ മൃതദേഹം എന്ത് ചെയ്തു എന്ന് ബ്രിട്ടീഷുകാർ പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ധീരദേശാഭിമാനി എവിടെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് അറിവില്ല. കഥകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകളും.